പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വാർഷിക ധ്യാനത്തിൻ്റെ മുഖത്ത് ഗ്രേസൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വാർഷിക ധ്യാനത്തിലാണ് അച്ഛന്മാർ ഒന്നായിട്ട്, പ്രത്യേകിച്ച് പട്ടത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം അച്ഛൻ വൈദികർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ആൻഡ്രൂസ് പിതാവും ടോണി പിതാവൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ധ്യാനിക്കുകയും അച്ഛന്മാരെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് വൈദികരെ ഓർക്കണം കേട്ടോ. പ്രത്യേകിച്ച് വാർഷിക ധ്യാനം ഒരു വൈദികനെ സംബന്ധിച്ച് ഒരു വലിയ റീചാർജിങ്ങിൻ്റെ ടൈമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടവുകളിലൊക്കെ ഒരുപാട് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും സ്ഥാപനങ്ങളും അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്കൊരു ഒരു 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 ഫില്ലിംഗ് സ്റ്റേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആനുവൽ റിട്രീറ്റിൻ്റെ ദിനങ്ങൾ. നമ്മുടെ കടമയാണ്, ദൈവജനത്തിൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 33:12. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി. രണ്ട് രീതിയിലാണ് നമ്മൾ കാണുന്നത് ആ അനുഗ്രഹം. അതിലൊന്നാണ് വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചു. ചിലരെ അനുഗ്രഹിച്ചുയർത്തി എന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ, പ്രിയ സഹോദരങ്ങൾ, വ്യത്യസ്തങ്ങളായ തലങ്ങളിലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ പറയാൻ കേട്ടിട്ടില്ലേ, എൻ്റെ രോഗസൗഖ്യം നൽകി, കടബാധ്യത എടുത്ത് മാറ്റി, അങ്ങനെയൊക്കെയുള്ള ഒരു തീർച്ചയായിട്ടും ഭൗതികമായ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. രണ്ടാമതൊരു ആത്മീയ തലത്തിൻ്റെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ചില മനുഷ്യർ വന്നിട്ട് ചില പാപത്തിൻ്റെ മേഖലയിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല വെച്ചാൽ വേദനിക്കുന്ന അനേകം മക്കൾ ഇതുപോലെ തന്നെ ശരിക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അത്ഭുതകരമായ വിശുദ്ധിയുടെ മേലങ്കി കർത്താവ് നൽകുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. തന്നെ വേറെ ചിലർ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചു. അപ്പോൾ ഇന്ന് ഈ പരിശുദ്ധ ശുശ്രൂഷയിൽ, ഈ ആശീർവാദവേളയിൽ ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമാണ് സഹോദരങ്ങളെ. ദൈവമേ, പ്രത്യേകിച്ച് ഇനിയൊരു വഴിയില്ല കർത്താവേ. ചിലപ്പോൾ കടബാധ്യതയുടെ മേഖലയായിരിക്കാം, അല്ലെങ്കിൽ രോഗപീഠകളായിരിക്കാം. ദൈവമേ, ഒരു വഴിയില്ല എന്ന രീതിയിൽ നിൽക്കുന്ന മക്കളുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് ഒരു ബ്ലെസ്സിങ്, എന്നിട്ട് ഒരു ബ്ലെസ്സിങ് വേണം. അതുപോലെ മറ്റൊരു മേഖലയാണ് കർത്താവ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിശുദ്ധിയുടെ മേഖല പറ്റുന്നില്ലല്ലോ, എനിക്ക് വെറുപ്പ് മാറുന്നില്ലല്ലോ കർത്താവ്, എനിക്ക് ഈ അസൂയ മാറുന്നില്ലല്ലോ, ഈ കുറ്റം പറയുന്ന സ്വഭാവം മാറുന്നില്ലല്ലോ, ഈ അശുദ്ധമായ വികാര വിചാരങ്ങൾ, ഈ സോഷ്യൽ മീഡിയയുടെ മേഖല രക്ഷപ്പെടുന്നില്ല. അങ്ങനെയുള്ള മേഖലകളിൽ വേദന അനുഭവിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് യേശുവിനെ വിളിക്കും. യേശുവേ, ഇന്ന് ഈ ബ്ലെസ്സിങ് സ്വീകരിക്കുന്ന സമയം തന്നെ ഒരു വിടുതൽ സംഭവിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.